ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ കേരള പാഠാവലിയിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേര് നോക്കൂ, ഇളങ്കാറ്റ് തെല്ലൊന്നു തൊട്ടെന്നുവെന്നാൽ. നോക്കൂ, വനപർവ്വം അല്ലെ, ജി കുമാരപിള്ളയുടെ വനപർവ്വം എന്ന കവിതാഭാഗത്തിലെ വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് വായിച്ചു നോക്കാം. ഇലകൾ ഉണങ്ങിച്ചുളിഞ്ഞും കരിഞ്ഞും മുരിഞ്ഞും ദ്രവിക്കാനിരിക്കും മരക്കൊമ്പ് കാൺകെ മഴക്കാറുകൊണ്ടു മഴത്തുള്ളി വീണു മരച്ചോട്ടിലെങ്ങോ മഴത്തുള്ളി തൊട്ടു. മഴത്തുള്ളി തൊട്ടൊരു മഹേന്ദ്രജാലം തരിച്ചു തുടിച്ചു മരക്കൊമ്പിലെങ്ങും മരിക്കാനിരിക്കും മരക്കൊമ്പ് തോറും കുനുത്തു കുരുത്തു മുളപ്പായ് പൊടിപ്പായ്. ജി കുമാരപിള്ള വനപർവ്വം അല്ലേ. കവിതയിലെ ആശയം തന്നെയാണോ ചിത്രത്തിലുള്ളത്? മഴത്തുള്ളി തൊട്ടപ്പോഴുണ്ടായ ഇന്ദ്രജാലം എന്തായിരുന്നു ചർച്ച ചെയ്യുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കവിതയിലെ ആശയം തന്നെയാണ് ചിത്രത്തിലുള്ളതെന്നും ചോദിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. ഉണങ്ങിക്കരിഞ്ഞു പോയ മരത്തിൽ മഴത്തുള്ളികൾ വീഴുന്ന ദൃശ്യമാണ് ചിത്രത്തിലുള്ളത് അല്ലേ കൂട്ടുകാരെ. ഓക്കെ, ദെൻ ഉണങ്ങിക്കരിഞ്ഞു പോയ മരക്കൊമ്പുകളിൽ ആദ്യം മഴത്തുള്ളികൾ വീഴുമ്പോൾ ഒരു മഹേന്ദ്രജാലമാണ് സംഭവിക്കുന്നത്. വേനൽ മഴ തുടങ്ങുമ്പോൾ ദ്രവിച്ച മരക്കൊമ്പുകളിൽ നിന്ന് ഉറക്കം വിട്ടുണർന്ന പോലെ മുളകളും തളിരിലകളും പൊട്ടിവിടരുന്നു. ഉണങ്ങിയ മരത്തിൽ മഴത്തുള്ളികൾ വന്നു പതിക്കുമ്പോൾ അവയിൽ ജീവന്റെ പൊടിപ്പും തുടിപ്പും തരിപ്പുമെല്ലാം ഉണ്ടാവുകയാണ്. മരിക്കാനിരിക്കുന്ന മരക്കൊമ്പുകൾ വീണ്ടും പുനർജനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യുക, ഇതുപോലെ ചർച്ച ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കാമല്ലേ. യൂണിറ്റ് 1 ഫസ്റ്റ് ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് നോക്കൂ, ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം. ദെൻ മുകളിൽ കൊടുത്തിരിക്കുന്നത് വായിച്ച് നോക്കാം. എന്തെന്ത് വിസ്മയ കാഴ്ചകളാണ് പ്രകൃതി ഒരുക്കി വെച്ചിട്ടുള്ളത്. ചെറുതും വലുതുമായി ആയിരം അത്ഭുത കാഴ്ചകൾ. ആരാകിലെന്ത് മിഴിയുള്ളവർ നിന്നിരിക്കാം എന്ന കവിവചനം അന്വർത്ഥമാക്കുന്ന ദൃശ്യഭംഗികൾ ആസ്വദിക്കാൻ കൂടിയുള്ളതാണ് ഈ ജീവിതം. ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം. നമുക്ക് വായിച്ചു നോക്കാം. പ്രകൃതിയുടെ അതിസുന്ദരമായ ഒരു അത്ഭുതമാണ് കുറിഞ്ഞിപ്പൂക്കൾ. നമ്മുടെ കിഴക്കൻ മലകളുടെ മടിത്തട്ടിൽ അവ പന്തിരാണ്ടിൽ ഒരിക്കൽ പൂത്തുലയുന്നു. നീലക്കടൽ പോലെ നിറഞ്ഞുലാവി ആടിക്കളിച്ചു നിൽക്കുന്ന ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം. കണ്ട് കണ്ണും മനസ്സും കുളിർപ്പിക്കണം. എത്ര വാഴ്ത്തിയാലും മതിയാവാത്ത ഒരു വിസ്മയ ദൃശ്യമാണത്. മൂന്നാറിലെ മലനിരകൾ മുഴുവൻ ഒരു പൂങ്കടൽ. കാറ്റു വീശുമ്പോൾ തിരയിടിച്ചിളകുന്ന പോലെ അവ ഒന്നിച്ചു നൃത്തം വയ്ക്കുന്നു. ആ നൃത്തത്തിന് സംഗീതമുണ്ട്. ആയിരം മണ്ടുകളുടെയും തേനീച്ചകളുടെയും മന്ത്രസ്ഥായിലുള്ള മൂളൽ, ആയിരം തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറുകിളികളുടെയും ചിറകിളക്കങ്ങളുടെ താളമുണ്ട്. ഇളങ്കാറ്റിൻ്റെ തഴുകലുണ്ട്. ആരുടെയോ മധുരസ്വരത്തിലുള്ള ചിരികളുണ്ട്. വനദേവതകളാവാം, ചെറുചോലകളാവാം. നമ്മുടെ ചുറ്റും മനോജ്ഞവും വൈവിധ്യപൂർണവുമായ ഒരു ജൈവലോകം ഉത്സവം കൊണ്ടാടുകയാണ്. കുറിഞ്ഞിത്തെ നുകർന്ന് ലഹരി പിടിച്ച വണ്ടുകൾ ആ ഇതളുകളിൽ തന്നെ ചേർന്നുറങ്ങുന്നത് കാണാം. അവയുടെ നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞ പൂമ്പൊടി പൂശിയിരിക്കുന്നു. വായുവിലാകെ അനിർവചനീയമായൊരു പരിമളം നിറഞ്ഞുലാവുന്നു. ആ വലിയ മലഞ്ചെരിവുകൾ മുഴുവൻ വസന്തം വന്നു നിന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടുന്ന പോലെ കണ്ണുകൾ കൂമ്പി ഞാൻ ആ സൗന്ദര്യ ലോകത്തിൽ എല്ലാം മറന്ന് ഏറെ നേരം നിന്നുപോയി. ഒന്ന് ഓർത്തു നോക്കൂ, ഇങ്ങനെയൊരു പുഷ്പോത്സവം കഴിഞ്ഞാൽ ആ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു. ചിറകുകളെല്ലാം പറന്നകലുന്നു. ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഒഴിഞ്ഞ് ഉണങ്ങി നിൽക്കുന്നു. മലഞ്ചെരിവുകൾ ശൂന്യമായി തീരുന്നു. എല്ലാം നിശ്ചലം, നിശബ്ദം. പക്ഷേ നാം അറിയാത്തതിനാലാണ് ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞു കഴിഞ്ഞു. മണ്ണിനിടയിൽ അവയെല്ലാം കാത്തുകിടക്കുന്നു. ഇനിയൊരു 12 കാലം കഴിയണം. അതുവരെ നീണ്ട തപസ്സിലാണ് കുറിഞ്ഞിച്ചെടികൾ. വീണ്ടും 12 കൊല്ലം കഴിയും വസന്തം ആകാശത്തു നിന്ന് കാഹളം മുഴക്കി കൊണ്ടിറങ്ങി വരും. ആ വിളി കേൾക്കുമ്പോൾ വിത്തുകളെല്ലാം ഞെട്ടിയുണർന്ന് പച്ചിച്ചു മിന്നുന്ന കൂപ്പ് കൈയോടെ പുറത്തേക്കിറങ്ങി ഉയർന്നു വരും. വീണ്ടും അവ ലക്ഷം മുട്ടുകൾ അണിയുകയായി. ലക്ഷം പുഷ്പങ്ങൾ വിരിഞ്ഞു തുടങ്ങുകയായി. പൂക്കൾ വിളിച്ചിട്ടോ ദൂരെ നിന്ന് ചെറുകടികൾ കേട്ടു തുടങ്ങുകയായി. മലഞ്ചെരിവുകളിൽ ഉത്സവത്തിൻ്റെ കേളികൊട്ടു മുഴങ്ങുകയായി. നമ്മെ പോലുള്ളവർ അമ്പരന്നു കണ്ടു നിൽക്കുന്നു. ആർക്കു വേണ്ടിയാണ് ഈ ഒരുക്കങ്ങൾ? ഒന്നു മാത്രം എനിക്കറിയാം, എല്ലാം നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല, പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ മനോഹാരിത. തീർച്ചയായും നമുക്ക് വേണ്ടിയല്ല, തേനീച്ചകൾക്ക് വേണ്ടി, ശലഭങ്ങൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും കണ്ണിൽ കാണാനാവാത്ത കോടിക്കണക്കിന് പ്രാണികൾക്ക് വേണ്ടി, ഭൂമി എന്ന അമ്മയ്ക്ക് വേണ്ടിയാണ് ലാവണ്യ ദൃശ്യോത്സവം. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ആ കാഴ്ച കാണാൻ ഭാഗ്യമുണ്ടാവട്ടെ. മുൻമൊഴി, സുഗതകുമാരിയുടെ മുൻമൊഴി എന്ന ലേഖനത്തിലൊരു ഭാഗമാണല്ലേ നമ്മളിപ്പോൾ വായിച്ചത് കൂട്ടുകാരെ. നിങ്ങൾക്ക് ഈ ലേഖനം ഇഷ്ടപ്പെട്ടോ? ഓക്കെ,
എന്താണ് കൂട്ടുകാരി ഈ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളത്? യെസ്, അതായത് എന്താണ്, ചില പ്രത്യേക ദേശങ്ങളിൽ കാലങ്ങളിൽ ഉണ്ടാകുന്ന മനോഹര കാഴ്ചകളുണ്ട്, അതുപോലെ പ്രകൃതി ഒരുക്കുന്ന സുന്ദര കാഴ്ചകളാണ് സുഗതകുമാരിയുടെ ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം എന്ന ലേഖനത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് മൂന്നാറിൽ 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയെക്കുറിച്ചാണ് നമ്മുടെ ആര് പറയുന്നത്? സുഗതകുമാരി ലേഖനത്തിൽ പറയുന്നതല്ലേ. 12 വർഷങ്ങൾക്ക് ശേഷം മാത്രം കാണാനാവുന്ന കാഴ്ച എല്ലാവരും കാണേണ്ടതുണ്ടെന്നാണ് പറയുന്നത്. ഇത് കാണുന്നതോടൊപ്പം എല്ലാ കാലത്തും ഈ കാഴ്ചകൾ നിലനിർത്താനായി പ്രകൃതി സ്നേഹികൾ കഴിയേണ്ടതുണ്ട് എന്ന് എഴുത്തുകാരി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്യാം കൂട്ടുകാരെ, ഓരോ പ്രവർത്തനങ്ങളായി നോക്കിയാലോ. വായിക്കാം, കണ്ടെത്താം എന്നുള്ളതാണല്ലേ നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടുകാർ ആദ്യം എന്ത് ചെയ്യണം? യെസ്, ഈ ലേഖനം 3-4 തവണ നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാർ മലനിരകളിലെ പൂക്കളുടെ നൃത്തത്തിൽ എന്തെല്ലാമാണുള്ളത് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? മൂന്നാർ മലനിരകളിലെ പൂക്കളുടെ നൃത്തത്തിൽ എന്തെല്ലാമാണുള്ളത്? എന്തെല്ലാമാണ് കൂട്ടുകാരെ ഉള്ളത്? അതേ, കാറ്റ് വീശുമ്പോൾ തിരയടിച്ചിളകുന്ന പോലെ നീലക്കുറിഞ്ഞുകൾ ഒന്നിച്ചു നൃത്തം വയ്ക്കുന്നു. ആ നൃത്തത്തിൽ സംഗീതമുണ്ട്. 1000 വണ്ടുകളുടെയും തേനീച്ചകളുടെയും മന്ത്രസ്ഥായിലുള്ള മൂളലുകളുണ്ട്. 1000 തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറുകിളികളുടെയും ചിറകിളക്കങ്ങളുടെ താളമുണ്ട്. ഇളംകാറ്റിൻ്റെ തഴുകലുണ്ട്. വനദേവതകളുടെയോ ചോലകളുടെയോ മധുരസ്വരത്തിലുള്ള ചിരികളുണ്ട്. ഇതെല്ലാമാണ് മൂന്നാർ മലനിരകളിലെ പൂക്കളുടെ നൃത്തത്തിലുള്ളത്. നമുക്ക് വായിച്ചാൽ മനസ്സിലാകുമല്ലോ. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? അതുപോലെ എഴുതുക. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, എഴുത്തുകാരി എല്ലാം മറന്നു നിന്നു പോയത് എന്തെല്ലാം കണ്ടിട്ടായിരുന്നു? എന്തെല്ലാം കണ്ടിട്ടായിരുന്നു കൂട്ടുകാരെ? നമുക്ക് ആൻസർ എഴുതാം. നീലക്കുറിഞ്ഞത്തെ നുകർന്ന് ലഹരി പിടിച്ച വണ്ടുകൾ നീലക്കുറിഞ്ഞി ഇതളുകളിൽ തന്നെ ചേർന്നുറങ്ങുന്നു. അവയുടെ നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞപ്പൂമ്പൊടി പൂശിയിരിക്കുന്നു. വായുവിലാകെ അനിർവചനീയമായൊരു പരിമളം നിറഞ്ഞുലാവുന്നു. ആ വലിയ മലഞ്ചെരിവിൽ മുഴുവൻ സ്വന്തം വന്ന് നിന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടുന്നത് പോലെ മലഞ്ചെരിവിൽ മുഴുവൻ വന്നു നിന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടുന്നത് പോലെ എഴുത്തുകാരിക്ക് തോന്നി. ഈ സൗന്ദര്യ ലോകത്തിലാണ് എല്ലാം മറന്ന് കണ്ണുകൾ കൂമ്പി എഴുത്തുകാരി നിന്നുപോയത്. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? കുറിഞ്ഞി ചെടികൾ നീണ്ട തപസ്സിലാണ് എന്ന് പറയാൻ കാരണം എന്ത് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അതിന് കാരണം എന്താണ് കൂട്ടുകാരെ? യെസ്, നമുക്ക് ആൻസർ എഴുതാം. ഒരു പുഷ്പോത്സവ കാലം കഴിഞ്ഞാൽ നീലക്കുറിഞ്ഞി പൂക്കളെല്ലാം ഉണങ്ങി കൊഴിഞ്ഞു പോകുന്നു. ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഉണങ്ങി നിൽക്കുന്നത് പോലെ തോന്നുന്നു. പക്ഷേ നാം അറിയാതെ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകും. മണ്ണിനടിയിൽ അവയെല്ലാം കാത്തുകിടക്കുന്നു. ഇനിയൊരു 12 കാലം കഴിയുന്നതുവരെ കുറിഞ്ഞിച്ചെടികൾ വീണ്ടും പൂക്കാനായുള്ള നീണ്ട ഒരു കാത്തിരിപ്പിലാണ്. ഇതിനാലാണ് കുറിഞ്ഞിച്ചെടികൾ നീണ്ട തപസ്സിലാണ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മനോഹാരിത നമുക്ക് വേണ്ടിയല്ല, പിന്നെ ആർക്കൊക്കെ വേണ്ടിയാണ്? ഈ മനോഹാരിത നമുക്ക് വേണ്ടിയല്ല, പിന്നെ ആർക്കൊക്കെ വേണ്ടിയാണ്? ആർക്കൊക്കെ വേണ്ടിയാണ് കൂട്ടുകാരെ? യെസ്, എല്ലാം നശിപ്പിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയല്ല, പിന്നെ എന്തിനാണ്? യെസ്, പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ്. നീലക്കുറിഞ്ഞികളുടെ ഈ മനോഹാരിത തേനീച്ചകൾക്ക് വേണ്ടി, ശലഭങ്ങൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും കണ്ണിൽ കാണാനാവാത്ത കോടിക്കണക്കിന് പ്രാണികൾക്കും വേണ്ടി, ഭൂമി എന്ന അമ്മയ്ക്കും വേണ്ടിയാണ് ഈ ലാവണ്യ ദൃശ്യോത്സവം എന്ന ലേഖിക പറയുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാമല്ലേ. നെക്സ്റ്റ് നോക്കൂ, എന്താണ്? ചർച്ച ചെയ്യാം, എഴുതാം. ആ മനോഹര ദൃശ്യം നിങ്ങൾ ഒരിക്കൽ പോകണം. എന്തെല്ലാം കാഴ്ചകളാണ് അവിടെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ അവിടെ കാണാൻ ആഗ്രഹിക്കുന്നതാണല്ലേ ചോദിച്ചാൽ. എന്തൊക്കെയാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. നമ്മുടെ കിഴക്കൻ മലകളുടെ മടിത്തട്ടിൽ മൂന്നാറിൽ 12 വർഷത്തിലൊരിക്കൽ നീലക്കുറിഞ്ഞികൾ പൂത്തുലയുന്നു. നീലക്കടൽ പോലെ നിറഞ്ഞുലാവി ആടിക്കളിച്ചു നിൽക്കുന്ന നീലക്കുറിഞ്ഞികളുടെ മനോഹര ദൃശ്യം കാണാൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പോകണമെന്നാണ് എഴുത്തുകാരി പറയുന്നത്. മൂന്നാർ അതിൻ്റെ മനോഹരമായ പശ്ചാത്തല ഭൂപ്രകൃതിക്ക് പേരുകേട്ടതാണ്. അവിടുത്തെ മലനിരകൾ, തേയിലത്തോട്ടങ്ങൾ, അരുവികൾ എന്നിവയെല്ലാം കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. മലഞ്ചെരുവുകൾക്ക് മേലെ ഒരു പുതപ്പ് പോലെ നീലക്കുറിഞ്ഞികൾ പൂത്തു നിൽക്കുന്ന കാഴ്ച അതിശയകരമായിരിക്കും. സുഗതകുമാരി അനുഭവിച്ച പോലെ കോടമഞ്ഞു പുതച്ച നീലപ്പൂക്കൾക്കിടയിലൂടെ നടന്ന് തേൻ നുകരുന്ന ശലഭങ്ങളെ തേടാനും ചെറു കിളികളുടെ പാട്ടുകളും ചിറകടി ശബ്ദങ്ങൾ കേൾക്കാനും എനിക്ക് ആഗ്രഹമുണ്ട്. ഈ മനോഹര ദൃശ്യത്തിലെല്ലാം മറന്ന് സുഹൃത്തുക്കൾക്കൊപ്പം ഓടിക്കളിക്കണം. കുടുംബാംഗങ്ങൾക്കെല്ലാം ധാരാളം ചിത്രങ്ങൾ എടുത്ത് സൂക്ഷിക്കണം. ഈ സൗന്ദര്യ ലോകത്തിൽ എല്ലാം മറന്ന് ഒരു നീലക്കുറിഞ്ഞിപ്പൂവായി മാറണം എന്നെല്ലാമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം, കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതുക. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു, പിന്നീട് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. പിന്നീട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് കൂട്ടുകാരെ? യെസ്, നമുക്ക് ആൻസർ നോക്കാം. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞികളുടെ പുഷ്പോത്സവം കഴിഞ്ഞാൽ ആ പൂക്കളെല്ലാം മാഞ്ഞു പോകുന്നു. ശലഭങ്ങളും തുമ്പികളും ചെറുകിളികളുമെല്ലാം പറന്നകലുന്നു. ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഒഴിഞ്ഞ് ഉണങ്ങി നിൽക്കുന്നു. മലഞ്ചെരുവുകൾ ശൂന്യമായി തീരുന്നു. എല്ലാം നിശ്ചലവും നിശബ്ദവുമായി തീരുന്നു. എന്നാൽ നാം അറിയാത്ത ഒന്നുണ്ട്. ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞു കഴിഞ്ഞു. മണ്ണിനടിയിൽ ഇനിയൊരു 12 കാലം വീണ്ടും പൂക്കാനായി കാത്തു കിടക്കുകയാണ്. ആ വിത്തുകൾ അതുവരെ നീണ്ട തപസ്സിലാണ്. കുറിഞ്ഞിച്ചെടികൾ. നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, ഇതുപോലെ പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു, പിന്നീട് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് എഴുതുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രകൃതി ഒരുക്കുന്ന ഈ മനോഹാരിത ആസ്വദിക്കാൻ നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രകൃതി ഒരുക്കുന്ന ഈ മനോഹാരിത ആസ്വദിക്കാൻ നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? എന്തെല്ലാമാണ് ചെയ്യേണ്ടത് കൂട്ടുകാരെ? യെസ്, പ്രകൃതി ഒരുക്കുന്ന ഈ മനോഹര കാഴ്ചകളിൽ നിലനിർത്താൻ നാം ആദ്യം എന്ത് ചെയ്യണം? പ്രകൃതി സംരക്ഷകരായി മാറണം. നീലക്കുറിഞ്ഞി വംശത്തിൻ്റെ നാശത്തിന് കാരണമാകുന്ന ഒരു പദ്ധതിക്കും അനുമതി നൽകാതെ പ്രകൃതിയായി നിലനിർത്താൻ നാം പരിശ്രമിക്കണം. നീലക്കുറിഞ്ഞികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് മറ്റു ആളുകളെ ബോധവൽക്കരിക്കുകയും അവിടം സന്ദർശിക്കുമ്പോൾ നീലക്കുറിഞ്ഞികളുടെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യണം. പരിസ്ഥിതി സംരക്ഷണം നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. മഴുവായി ഈ ഭൂമി വെട്ടിനിരത്താൻ നാം ആരെയും അനുവദിക്കരുത്. പ്രകൃതി ഒരുക്കുന്ന മനോഹര ദൃശ്യങ്ങൾ നാളത്തെ തലമുറകൾ കൂടി അവകാശികളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ചേർത്ത് വയ്ക്കുമ്പോൾ അവയുടെ നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞ പൂമ്പൊടി പൂശിയിരിക്കുന്നു. മെയ്യാകെ, കറുപ്പ് മെയ്യാകെ, നീലക്കറുപ്പ് മെയ്യാകെ. വണ്ടിൻ്റെ ശരീരത്തെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണല്ലോ കറുപ്പും നീലക്കറുപ്പും. ഭാഷാപ്രയോഗത്തിൽ ഇത്തരം വിശേഷണ പദങ്ങൾ നൽകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. നോക്കൂ. അവയുടെ നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞപ്പൂമ്പൊടി പൂശിയിരിക്കുന്നു. ഈ വരികളിൽ എങ്ങനെയാണ്? ആദ്യ വാക്യത്തിൽ നിന്ന് അവസാന വാക്യത്തിലേക്ക് എത്തുമ്പോൾ കൂടുതൽ മിഴിവാർന്നൊരു ചിത്രം നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്നു അല്ലേ? മെയ്യ് എന്ന പദത്തെ നീല, കറുപ്പ് എന്നീ പദങ്ങൾ കൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നു. പൂമ്പൊടിയെ മഞ്ഞ എന്ന പദം കൊണ്ടും വിശേഷിപ്പിച്ചിരിക്കുന്നു. ഒരേ പദങ്ങളുടെ അർത്ഥത്തെ ഭേദിപ്പിക്കുന്നത് അഥവാ വിശേഷിപ്പിക്കുന്നതാണ് ഭേദകം അഥവാ വിശേഷണം. ഏതിനെ വിശേഷിപ്പിക്കുന്നുവോ അത് വിശേഷ്യമാണ്. എന്താണ്? വിശേഷ്യം. എന്തുകൊണ്ട് വിശേഷിപ്പിക്കുന്നുവോ അതെന്താണ്? വിശേഷണങ്ങളാണ്. ഉദാഹരണം നോക്കൂ. കറുപ്പ് മെയ്യ്. മെയ്യ് എന്നുള്ളത് എന്താണ്? ഇവിടെ വിശേഷ്യമാണ്. കറുപ്പ് എന്താണ്? വിശേഷണമാണ്. ദെൻ മഞ്ഞപ്പൂമ്പൊടി. പൂമ്പൊടി എന്താണ്? വിശേഷ്യമാണ്. മഞ്ഞ വിശേഷണമാണ്. ഭാഷാപ്രയോഗത്തിൽ ഇത്തരം വിശേഷണങ്ങൾ പദത്തിനും ആശയത്തിനുമെല്ലാം ഭംഗി കൂട്ടുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കൂ. പുഷ്പോത്സവം സംഘടിപ്പിക്കാമെന്നുള്ളതാണല്ലേ. തലസ്ഥാന നഗരിയിൽ വസന്തോത്സവം. തിരുവനന്തപുരം. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി തലസ്ഥാന നഗരിയിലെ വസന്തോത്സവം ഒരുക്കും. കേരള റോസ് സൊസൈറ്റിയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് നഗരവസന്തം എന്ന പേരിൽ ഡിസംബർ 21 മുതലാണ് നഗരവീഥികളിലും കനകക്കുന്ന് പരിസരത്തുമടക്കം വസന്തോത്സവം സംഘടിപ്പിക്കുന്നത്. വെള്ളയമ്പലം, കവടിയാർ, ശാസ്തമംഗലം, വഴുതക്കാട്, സ്പെൻസർ ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ റോഡുകളുടെ ഇരുവശങ്ങളും പൂച്ചെടികളും അലങ്കാര ചെടികളും കൊണ്ട് വർണ്ണാഭമാക്കും. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നിന്ന് ദേവസ്വം ബോർഡ് ജംഗ്ഷൻ വരെയും PMG വരെയുള്ള പാതയോരത്തും പൂക്കൾ നിറയും. വർണ്ണശബളമായ സുഗന്ധം നിറയുന്ന ചെടികൾക്ക് പുറമെ അലങ്കാര ദീപങ്ങളും ഇൻസ്റ്റലേഷനുകളും ചിത്രങ്ങളും വസന്തോത്സവത്തിന് മാറ്റുകൂട്ടും. പുലർച്ചെ 1 മണിവരെ വസന്തോത്സവം നീളും. കനകക്കുന്നിലും സൂര്യകാന്തി, നിശാഗന്ധി എന്നീ ഓഡിറ്റോറിയങ്ങളിലും പുഷ്പാലങ്കൃതമായ ഇൻസ്റ്റലേഷനുകൾ ഉണ്ടാകും. ഈ വാർത്തയെക്കുറിച്ച് ചർച്ച ചെയ്യുക. എന്നിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇത്തരം ഉത്സവങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കാനാണല്ലേ. ഓക്കെ. അപ്പോൾ അഭിപ്രായക്കുറിപ്പാണ് നമ്മൾ എഴുതേണ്ടത്. നമുക്ക് ആൻസർ എഴുതാം. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി തലസ്ഥാന നഗരിയിൽ നടക്കാനിരിക്കുന്ന പുഷ്പോത്സവം നഗരത്തിനും ജനങ്ങൾക്കും നിരവധി നേട്ടങ്ങളും ഗുണങ്ങളും നൽകുന്ന ഒരു പ്രധാന സാംസ്കാരിക പരിപാടിയായി മാറുമെന്ന് നമുക്ക് നിസ്സംശയം പറയാം. പുഷ്പോത്സവം നമ്മുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിൻ്റെയും പ്രകൃതിയോടുള്ള ആദരവിൻ്റെയും പ്രതീകമാണ്.
വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളെ ആകർഷിക്കുന്നതിനാൽ ടൂറിസം വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇത്തരം ആഘോഷങ്ങൾക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ്. ഇതിനു പുറമെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം, ഇളങ്കാറ്റ് തെല്ലുന്നു തൊട്ടെന്ന് വന്നാൽ ഭാഗം അതായത് ജനങ്ങളിൽ തൊട്ടെന്ന് വന്നാൽ ഇത് ഇളങ്കാറ്റ് തെല്ലെന്ന് തൊട്ടെന്ന് വന്നാൽ എന്ന് പാഠഭാഗങ്ങളിലൂടെയൊക്കെ വായിക്കുന്നതിലൂടെയൊക്കെ എന്താണ് വളർത്താനും ഇത് സഹായിക്കും. പ്രകൃതിയോടുള്ള നമ്മുടെ ബന്ധം ശക്തിപ്പെടുത്തുകയും പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. വ്യത്യസ്ത തുറകളിൽ നിന്നുള്ള ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഈ ഉത്സവം സാമൂഹിക ഐക്യം വളർത്തുന്നതിനും വലിയ പങ്ക് വഹിക്കുന്നു. ഇത് കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒരുമിച്ച് ആഘോഷിക്കാനുള്ള ഒരു അവസരമാണ്. സന്തോഷവും സൗന്ദര്യവും പ്രകൃതി സ്നേഹവും എല്ലാം ഒത്തുചേരുന്ന ഒരു ഉത്സവമാണ് തലസ്ഥാന നഗരിയിൽ നടക്കാനിരിക്കുന്ന പുഷ്പോത്സവം. അത് നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലും നിരവധി നേട്ടങ്ങൾ നൽകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. എല്ലാ നഗരങ്ങളും ഇത്തരം ഉത്സവങ്ങൾ സംഘടിപ്പിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പം നിങ്ങളും എന്ത് ചെയ്യുക? ഇതുപോലൊരു അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. ദെൻ നെക്സ്റ്റ് എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? നിങ്ങളുടെ സ്കൂളിലെ പരിസ്ഥിതി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു പുഷ്പോത്സവം സംഘടിപ്പിക്കുക. അപ്പോൾ പുഷ്പോത്സവത്തിൽ എന്തൊക്കെയാണ് വേണ്ടത്? ആസൂത്രണം, പോസ്റ്റർ, നോട്ടീസ് തയ്യാറാക്കൽ, സ്കൂളിൽ പൂന്തോട്ടം സജ്ജമാക്കൽ, പൂക്കളുടെ ചെടികൾ എത്തിക്കൽ, ചിട്ടയായ ക്രമീകരണം, പ്രദേശത്തെ ക്ലബ്ബുകൾക്ക് കൂട്ടായ്മകൾക്ക് പങ്കാളിത്തം നൽകൽ, ഇവയെല്ലാം ശ്രദ്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പം പരിസ്ഥിതി ക്ലബിൻ്റെ സംഘടിപ്പിച്ച പുഷ്പോത്സവത്തെക്കുറിച്ച് പത്രവാർത്ത തയ്യാറാക്കുക എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എന്ത് ചെയ്യണം? ഫസ്റ്റ് ഒരു ടൈറ്റിൽ തലക്കെട്ട് നൽകണം അല്ലേ? നമുക്ക് എന്ത് എഴുതാം? കാണികളിൽ വസന്തം വിരിയിച്ച് ഒരു പുഷ്പോത്സവം. ഓക്കെ. ദെൻ പാലക്കാട് സ്ഥലം എഴുതാം അല്ലേ? നമുക്ക് പാലക്കാട് എന്ന് എഴുതാം. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ സ്ഥലം എഴുതുക. ഓക്കെ. ദെൻ പാലക്കാട് GLPS സ്കൂൾ മരുത റോഡ് പരിസ്ഥിതി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നിന്ന് വർണ്ണാഭമായ പുഷ്പോത്സവം നടന്നു. പരിസ്ഥിതി ബോധവും പ്രകൃതി സ്നേഹവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പുഷ്പോത്സവം സംഘടിപ്പിച്ചത്. വിവിധ തരത്തിലുള്ള പൂക്കളും അലങ്കാര ചെടികളും പ്രദർശിപ്പിച്ചിരുന്ന പുഷ്പോത്സവം കാഴ്ചക്കാർക്കൊരു നേത്ര വിസ്മയമായിരുന്നു. വിദ്യാർത്ഥികൾ തന്നെയാണ് പൂക്കളും അലങ്കാര ചെടികളും ഉപയോഗിച്ച് വിവിധ രൂപകൽപ്പനകളും കരകൗശല വസ്തുക്കളും നിർമ്മിച്ചത്.